മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. വിദ്വാൻമാരുടെ സന്ദർശനമാണ് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിലെ വിഷയം. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വിദ്വാൻമാർ യേശുവിനെ വീട്ടിൽ ചെന്നാണ് കണ്ടത്. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ കണ്ടു, അമ്മയായ മറിയോടെയാണ് കാണുന്നത്. പക്ഷേ വീണ് നമസ്കരിക്കുന്നത് യേശുവിനെ മാത്രമാണ്. അവനെ നമസ്കരിച്ചു എന്നാണ് നാം വായിക്കുന്നത്. മറിയ ഉണ്ടായിരുന്നു അവിടെ, യോസഫ് ഉണ്ടായിരുന്നു, മറ്റനേകരവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ആരെയും അവർ നമസ്കരിച്ചില്ല. ആ വിദ്വാൻമാർ നമസ്കരിച്ചത് യേശുവിനെ മാത്രമായിരുന്നു. എന്തുകൊണ്ടാണ് യേശുവിനെ മാത്രം നമസ്കരിക്കാൻ കാരണം? യേശു രാജാതിരാജാവാണ്, മനുഷ്യനായി അവതരിച്ച ആളാണ്. മനുഷ്യന്റെ പാപം പോക്കുവാൻ സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് കർത്താവായ യേശുക്രിസ്തു. ഇത്ര പരമോന്നതനായ ആ ശിശുവിനെ ആ വിദ്വാൻമാർ വീണ് നമസ്കരിച്ചു എന്ന് പറയുന്നത് ആരാധനയ്ക്ക് ഏറ്റവും അധികം പ്രചോദനമായ കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ നിസ്തുലത വിളിച്ചു പോകുന്ന കാര്യമാണ്. ചെറുപ്രായത്തിലെ തന്നെ യേശുവിനെ ആരാധിക്കുന്ന വിദ്വാൻമാരെ നമുക്ക് കാണാം. നമുക്കും കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം.